ഹായ് എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ 15 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. നിങ്ങൾക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് വർഷങ്ങൾ തോറും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 15 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മളിതാ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് ഫ്രീ നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ട് പഠിക്കുക, മാക്സിമം പ്രയോജനപ്പെടുത്താം, മാക്സിമം പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മളിനി ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരു പ്രശ്നവും ഇല്ല. 15 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഈ 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സെക്ഷനകത്ത് ഏതായാലും നമ്മുടെ വീഡിയോയിലെല്ലാം ഓൾറെഡി അപ്ലോഡഡ് ആണ്. പഠിക്കുമ്പോഴത്തേക്ക് ഈ 15 ടോപ്പിക്സും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനർത്ഥം ഇതിലേതെങ്കിലും ഒരു 5, 6, 7 ടോപ്പിക്ക് നിങ്ങളുടെ എക്സാംസിന് കാണും. 15 ചോദിച്ചാൽ അത്രയും ഭാഗ്യം. കാരണം സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ പറയാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇത് നമുക്ക് സ്ഥിരം എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ രണ്ടും നിങ്ങൾ ഡെഫിനിറ്റ് ആയിട്ടും ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണം. എക്സാമ്പിൾ സഹിതം പഠിക്കണം. കാരണം 1 മാർക്കിനോ 2 മാർക്കിനോ സ്ഥിരം എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന, സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും. ഓക്കെ, പിന്നെ മോൾ കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ട്. ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വട്ടം നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു ഉളുപ്പില്ലാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. അപ്പോൾ അത് മസ്റ്റായിട്ടും നിങ്ങളുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ഉൾപ്പെടുത്താതെ പോകരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ലിമിറ്റിംഗ് റിയേജൻറ്റും, രണ്ടാമത്തത് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണ്, റിയാക്ഷനിൽ തീർന്നു പോകുന്ന ആളെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കുന്നത്. അതും മോൾ കൺസെപ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മസ്റ്റായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മതി, വേറൊന്നും വേണ്ട. നിങ്ങൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ദെൻ ലിമിറ്റിംഗ് റിയേജൻറ്റ്, മോൾ കൺസെപ്റ്റ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ്, 2 സെക്ഷൻസ് മസ്റ്റായിട്ടും സ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നോക്കുക. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല, പഠിക്കുക. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്, ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. അതിനകത്ത് പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻ. പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെന്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മോഡേൺ പീരിയോഡിക് ലോ ഉണ്ട്, പീരിയോഡിക് ലോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതാണ് നമുക്ക് മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, മെന്റലീവിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ ക്ലാസിഫിക്കേഷൻ. അത് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അത് ക്ലാസിഫിക്കേഷനിൽ ചിലപ്പോൾ മെന്റലീവ് ആയിരിക്കും ചോദിക്കുന്നത്. ഒരു വർഷം മെന്റലീവ് ചോദിച്ചാൽ അടുത്ത വർഷം വേണമെങ്കിൽ മെന്റലീവിൻ്റെ ഡിമെറിറ്റ്സ് ചോദിക്കാം, മോഡേൺ പീരിയോഡിക് ലോ ചോദിക്കാം. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഉൾപ്പെടുത്തിയിരിക്കണം. ഈ ഒരു 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് പോകുന്ന ആൾക്ക് തന്നെ ഒരുവിധം ഒരു പാസ്സാവാനുള്ള മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. 100% ഷുവറാണ്. ഓക്കെ, അപ്പം പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻ വേണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കേണ്ട. സൈസ്, അറ്റോമിക് സൈസ് മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കണം. കാറ്റയോണിൻ്റെ സൈസ് പേരൻ്റ് ആറ്റത്തെക്കാട്ടി ചെറുതും ആനോണിൻ്റെ സൈസ് പേരൻ്റ് ആറ്റത്തെക്കാട്ടി വലുതല്ലേ അത്. ദെൻ അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ ഗെയിൻ, എൻതാൽപ്പി,
ഈ അയണൈസേഷൻ എനർജി എന്താണ്? മറ്റേ ഓക്സിജൻ്റെ അയണൈസേഷൻ അല്ല, ക്ലോറിൻ്റെ അയണൈസേഷൻ എനർജി ഫ്ലൂറിനെക്കാട്ടിയും കൂടുതലാണ്, അങ്ങനെ ഓക്സിജൻ്റെ നൈട്രജനെക്കാട്ടിയും കൂടുതലാണ്, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, എൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചേക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണെന്നൊക്കെ ഒരു മാർക്കിന് ചോദിക്കും, പഠിച്ചു വെച്ചേക്കുക. അപ്പം പീരിയോഡിക് പ്രോപ്പർട്ടീസ് നോക്കുക. അതിൽ അറ്റോമിക് സൈസിൽ 2 ആൾക്കാർ എന്നിട്ട് ഇതിൽ ആർക്കാണ് സൈസ് കൂടുതലെന്നൊക്കെ ചോദിക്കും. പിന്നെ മറ്റേ അതിനകത്ത് തന്നെ ഈ അറ്റോമിക് സൈസിൽ തന്നെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാർ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. 2 ആൾക്കാർ എന്നിട്ട് ഇതിലേതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് ചോദിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. അപ്പം അറ്റോമിക് സൈസിൽ തന്നെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് 2 ചാപ്റ്ററായി. 2 ചാപ്റ്ററിൽ നമ്മൾ ഒരുവിധം മാർക്കെല്ലാം സ്കോർ ചെയ്യാനുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, രണ്ടാമത്തെ ലിമിറ്റിംഗ് റിയേജന്റ്, മോൾ കൺസെപ്റ്റ്, മൂന്നാമത്തെ പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷൻ, മെൻഡലീവ്, മോഡേൺ പീരിയോഡിക് ലോ, പിന്നെ പീരിയോഡിക് ലോ. മെൻഡലീവിന്റെ മെറിറ്റും ഡിമെറിറ്റും വേണം, ന്യൂലാൻഡും കൂടെ നോക്കി വെച്ചേക്കാം. 4 പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ അറ്റോമിക് സൈസിൽ 2 ആൾക്കാരെ തന്നിട്ട് 2 അയോൺസിനെ തന്നിട്ട് സൈസ് കമ്പയർ ചെയ്യാൻ പറയും, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ദെൻ അയണൈസേഷൻ എനർജിയിൽ ക്ലോറിൻ എന്തുകൊണ്ട് അയണൈസേഷൻ എനർജി കൂടുതൽ, ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും കൂടുതൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അത് സ്ഥിരം ചോദിക്കുന്നതാണ്. ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് 5ാമത്തേനകത്ത് നമ്മളുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിനകത്ത് അതിനകത്ത് ചോദിക്കാനുള്ള 2 ക്വസ്റ്റ്യൻസ്, 2 സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഒന്ന് എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡർ. എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡർ സ്ഥിരം ചോദിക്കുന്നതാണ്. എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡറും അത് നമുക്ക് എക്സാമിന് ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചിട്ട് അറ്റോമിക് സ്ട്രക്ചർ പറഞ്ഞിട്ടില്ല, അതിന് പറയാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡറും സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡറും. അത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡറും ചെയ്യാനായിട്ട്. അത് പഠിക്കാൻ നിങ്ങൾ പോകരുത്, അത് എംഒ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസാണ്. അപ്പോൾ എംഒ തിയറിയിൽ എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡർ, പിന്നെ എംഒ ഡയഗ്രാം, ബോണ്ട് ഓർഡർ മതി. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, പാരാമാഗ്നറ്റിക് ആണോ, ഇതെല്ലാം എംഒ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് മതി. കൂടുതൽ ചോദിക്കുന്നത് ഏതൊക്കെയാണെന്നറിയോ? PCl5, SF6, H2O, NH3, CH4 ആണ് സ്ഥിരം ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റാണ്, ഷുവറാണ്, 100% ഷുവറാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവാം. NH3, PCl5, SF6 ബാക്കി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചോദിക്കും. ഓക്കെ, ഇതാ പോകുന്നു 7ാമത്തെ ഇതിലോട്ട്. 7ാമത്തിനകത്ത് അറ്റോമിക് സ്ട്രക്ചറാണ് എടുത്തേക്കുന്നത് കേട്ടോ, അറ്റോമിക് സ്ട്രക്ചർ. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അടുത്ത 2 ചാപ്റ്റർ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ആ ചാപ്റ്ററാണ്. അടുത്ത 2 ചാപ്റ്റർ അടുത്ത 2 ടോപ്പിക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെയാണ്. അടുത്ത 2 അറ്റോമിക് സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ആറ്റം, അറ്റോമിക് സ്ട്രക്ചർ. അതിൽ 1ാമത്തെ ടോപ്പിക് നമ്മുടെ ആറ്റം സ്ട്രക്ചറില്ലേ, സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിൻ്റെ കുറേ തിയറീസ് ഇല്ലേ, ആ തിയറീസിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്, അത് ബോറിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ അതിന് തൊട്ട് മുന്നുള്ള ഏതായാലും തിയറീസ് ഫുള്ള് പഠിച്ചിട്ട് പോവുക. അത് മസ്റ്റാണ്, റുദർഫോർഡ് ആയാലും എന്തായാലും പഠിച്ചിട്ട് പോവുക. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്താണ്, അത് അറ്റോമിക് ഓർബിറ്റലിനെ സ്കെച്ച് ചെയ്യുന്നതുകൊണ്ട്, സ്കെച്ചിങ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, പിന്നെ നോഡ് അത് കണ്ടുപിടിക്കുന്നത്, റേഡിയൽ നോഡ്, ആംഗുലർ നോഡ് അത് കണ്ടുപിടിക്കുന്നത്, ഏത് വേണമെങ്കിലും. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, പീരിയോഡിക് ടേബിളിൻ്റെ ഏതെങ്കിലും ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ സ്കെച്ചിങ് എന്തെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ 2 ടോപ്പിക്സ് ഏതൊക്കെയാണ്? പീരിയോഡിക് ടേബിളിൻ്റെ തിയറീസ് ഫുള്ള് നോക്കണം. പീരിയോഡിക് ടേബിളിൻ്റെ തിയറീസിനോടൊപ്പം തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ അതൊക്കെ നോക്കിക്കോണം കേട്ടോ. പിന്നെ ക്വാണ്ടം നമ്പേഴ്സും സ്കെച്ചിങ് ഓഫ് ഓർബിറ്റൽസും നോട്ട്സ്. പിന്നെ വരുന്നത് നമ്മുടെ 9, 10 2 ടോപ്പിക്. ഈ 2 ടോപ്പിക്ക് നമുക്ക് വരുന്നത് ഞാൻ ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ 9 ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ നോക്കിയിട്ടേ പോവാവൂ. ലേഷാർട്ടിലെ പ്രിൻസിപ്പിളും KPയും KCയും നോക്കാതെ പോകരുത്. ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ എന്താണ്, കോൺസെൻട്രേഷൻ എങ്ങനെ വേരി ചെയ്യുന്നു, പ്രഷർ എങ്ങനെ വേരി ചെയ്യുന്നു, ടെമ്പറേച്ചർ എങ്ങനെ വേരി ചെയ്യുന്നു പഠിച്ചിട്ട് പോവാം. പിന്നെ അടുത്ത് നോക്കേണ്ടതെന്ന് പറയുന്നത് ആസിഡ് ബേസസ്.
ആസിഡിൻ്റെ 3 കൺസെപ്റ്റ്, ബേസിൻ്റെ 3 കൺസെപ്റ്റ്, അതിൽ ലുവിസിന് എക്സാമ്പിൾ, ലുവിസ് ആസിഡിനെ ചൂസ് ചെയ്യുന്നത് എല്ലാം പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. മാറ്റമൊന്നുമില്ല. ലുവിസ് ആസിഡ്, ലുവിസ് ബേസ് ഫുൾ പഠിക്കണം. അടുത്തത് 11ാമത്തെ, ഇത് നമ്മുടെ റിഡോക്സിനെ ബേസ് ചെയ്തിട്ടാണ്. റിഡോക്സ് റിയാക്ഷൻ ഒറ്റ കാര്യം മാത്രം പഠിച്ചിട്ട്, ബാലൻസിങ്. അത് ഹാഫ് റിയാക്ഷൻ മെത്തഡും ഡോണർ പെയർ മെത്തഡും കൂടെ ഓക്സിഡേഷൻ റിഡക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഈ ബാലൻസിങ് ചെയ്യുന്ന ആൾക്ക് എന്തായാലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, വേറെ ഒരു തർക്കമില്ല. ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ? ഓക്സിഡേഷൻ റിഡക്ഷൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് 12, 13 ഇത് രണ്ടും ഓർഗാനിക് ആണ്. 14, 15 ഇത് രണ്ടും ഓർഗാനിക് ആണ്. 12, 13, 14, 15 ഇതെല്ലാം ഓർഗാനിക് ആണ്. അതിൽ 12ലും 13ലും ഞാൻ പറയാൻ പോകുന്ന ഓർഗാനിക് 12, 13 സം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതിൽ ഒന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ്സിനെ കാട്ടി എളുപ്പം ഇലക്ട്രോഫൈല്, ന്യൂക്ലിയോഫൈല് ആൻഡ് നെയിമിങ്. ഇലക്ട്രോഫൈല്, ന്യൂക്ലിയോഫൈല്, നെയിമിങ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഡൂമാസ് മെത്തേഡ്, കേജാൾസ് മെത്തേഡ്, പിന്നെ കാരിയസ് മെത്തേഡ്, പിന്നെ ലെസിഗ്നസ് ടെസ്റ്റ് നോക്കിയിട്ട്. ഇലക്ട്രോഫൈല്, ന്യൂക്ലിയോഫൈല്, നെയിമിങ് നോക്കുക. നെയിമിങ് പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഡൂമാസ്, കേജാൾസ്, കാരിയസ്, പിന്നെ ലെസിഗ്നസ് ടെസ്റ്റ് നോക്കിയിട്ട് മതി. ഇനി നമ്മുടെ ഓർഗാനിക്കിൽ വുഡ്സ് റിയാക്ഷൻ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൻസീൻ. ഓക്കെ. അടുത്ത ടോപ്പിക് 15ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൺഫർമേഷനും അതിനോടൊപ്പം തന്നെ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ. ബെൻസിൻ്റെ പ്രിപ്പറേഷനെക്കാട്ടിയും കുറച്ചും കൂടെ നമുക്ക് വേണ്ടത് മാർക്കോണിക്സ് ഓഫ് ആണ്. ഇത്രയും 15 ടോപ്പിക്, 15 എണ്ണമായി. കാരണം 15 എണ്ണവും പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു മാറ്റമില്ല. അതിൽ 15 എണ്ണവും നമ്മളിതാ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ടോപ്പിക്ക് മസ്റ്റായിട്ടും പഠിച്ചിട്ടേ പോകാം. കാരണം ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 15 എണ്ണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട്, അതായത് ഒരു 10 വട്ടമെങ്കിലും 2000 അല്ലെങ്കിൽ 10ൽ കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രത്തോളം ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പം ഈ 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത് പഠിക്കാതെ ഒരാൾ പോലും എക്സാമിന് പോയി കളയരുത്. അതിൽ ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ, ലിമിറ്റിംഗ് റിയേജന്റ്, മോൾ കൺസെപ്റ്റ് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന്, പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻ അതെല്ലാം വേണം, മോഡേൺ പീരിയോഡിക് ലാ സഹിതം. ദെൻ പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് എടുക്കാൻ കാരണം അതിൽ ഒറ്റ ടോപ്പിക്കിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ എംഒ ഡയഗ്രം, ബോണ്ട് ഓർഡർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഷേപ്പ് ഓഫ് ചില മോളിക്യൂൾസ്, PCl5, SF6, H2O, NH3, CH4 ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നത്. PCl5 ആണ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് അറ്റോമിക് സ്ട്രക്ചറുകളുടെ തിയറി, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ തിയറീസ് കുറച്ചുണ്ട്. പിന്നെ ക്വാണ്ടം നമ്പേഴ്സും, സ്കെച്ചിങ് ഓഫ് ഓർബിറ്റൽസ്, നോട്ട്സും. പിന്നെ ഇക്വിലിബ്രിയത്തിൽ നിന്നാണെങ്കിൽ ഏഷ്യാലിലെ പ്രിൻസിപ്പിൾ, KP/KC എഴുതാനായിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ. ദെൻ ആസിഡ് ആൻഡ് ബേസിൻ്റെ കൺസെപ്റ്റ്, അതിൽ ലൂയിസ് ആസിഡ്, കോൺജുഗേറ്റ് ആസിഡ്, ബേസ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ ബാലൻസിങ് കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഓക്സിഡേഷൻ റിഡക്ഷനും തെറ്റത്തില്ല അത്. പിന്നെ ഇലക്ട്രോഫൈല്, ന്യൂക്ലിയോഫൈല് ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇലക്ട്രോഫൈല്, ന്യൂക്ലിയോഫൈല്, പിന്നെ നെയിമിങ് അത് അറിയാമല്ലോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നെയിമിങ് ഉണ്ട്. പിന്നെ ഡൂമാസ്, കേജാൾസ്, ലെസിഗ്നസ്, കാരിയസ് ഇത് ഒരുപാട് വട്ടം, ഒരു 10ൽ കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് അത് കേട്ടോ. ലെസിഗ്നസ് ടെസ്റ്റ്, അതിൽ ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ. പിന്നെ വുഡ്സ് റിയാക്ഷൻ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്, വുഡ്സ് റിയാക്ഷൻ കേട്ടോ. പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൻസീൻ അത് എല്ലാ വർഷവും ചോദിച്ചിട്ടില്ല, പക്ഷേ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കൺഫർമേഷൻ അത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിച്ചിട്ടുണ്ട് കൺഫർമേഷൻ. ദെൻ മാർക്കോണിക്സ് ഓഫ് റോൾ എല്ലാ വർഷവും ഉണ്ട്. അപ്പോൾ ഇത്രയും 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മസ്റ്റായിട്ട് പഠിച്ചിട്ടേ പോകാവും. എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം എക്സാം കഴിഞ്ഞിട്ടൊന്ന് പറയണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സാറെന്ന്. ഓക്കെ ആണല്ലോ. സോ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകും.